ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിലമ്പോൾക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ നിലമ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിലെ ICUയിൽ കിടക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമാവാണ്. കാവേരിക്കാണെങ്കിൽ അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ഒരു തലകറക്കം പായെന്ന് അവളുടെ മുഖം പോലും ഓർക്കാൻ അതൊന്നും കാവേരിയുടെ ചങ്ക് പിടയുന്നുണ്ടായിരുന്നു. എന്തായാലും CT സ്കാനിങ് ബില്ലടക്കാനായി കൗണ്ടറിലേക്ക് നടക്കുകയായിരുന്നു അവള്. പെട്ടെന്നാണ് അവളുടെ കണ്ണുകളുടെ മുന്നിലെ കാഴ്ച പെട്ടെന്നങ്ങ് ഉടയുന്നത്. അവളെ തേടിക്കൊണ്ട് തന്നെ നിവിൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നിവിനെ അവിടെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല കാവേരി. അവനെ കണ്ടതോടുകൂടി തന്നെ കാവേരിയുടെ ഉള്ളിൽ സങ്കടത്തെക്കാൾ ഉപരി വലിയൊരു ദേഷ്യമാണ് ഇരച്ചു കയറിയത്. രാഗിണിയോടുള്ള നിവിന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന വാർത്ത ഗംഗേച്ചി പറഞ്ഞതറിഞ്ഞ നിമിഷം മുതൽ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റലുണ്ട്. എന്നെ വെറും ഒരു കൂട്ടുകാരിയായി പോലും അവൻ കണ്ടില്ലല്ലോ എന്ന സങ്കടം ഒരു വിങ്ങലായി തന്നെ കാവേരിയുടെ മനസ്സിലുണ്ടായിരുന്നു. നിവിൻ പെട്ടെന്ന് തന്നെ കാവേരിയെ കണ്ടു. നിവിന്റെ മുഖത്ത് എന്തോ ഒരു കാര്യം ചോദിക്കാനുള്ള വെപ്രാളം ഉണ്ടായിരുന്നു. വേഗം തന്നെ അവൻ കാവേരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കാവേരി, നിവിൻ വിളിച്ചു. അവന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു. എന്താ കാവേരി, എന്താ നിലമോൾക്ക് പറ്റിയത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. കാവേരി അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ദേഷ്യം തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു നടക്കാൻ തുടങ്ങി. അല്ല, നിവിൻ എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന്? കാവേരിയുടെ ചോദ്യം വളരെ മൂർച്ചയുള്ളതായിരുന്നു. അവൾ അവന്റെ മുഖത്തേക്ക് പോലും നോക്കിയതുപോലുമില്ല. അത് പിന്നെ ഞാൻ വരുന്ന വഴിയിൽ വെച്ച് യമുനയെ കണ്ടിരുന്നു. അവളാണ് നിലമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം എന്നോട് പറഞ്ഞത് എന്ന് നിവിൻ മറുപടി പറഞ്ഞു. കാവേരിക്ക് ആ മറുപടി കേട്ടിട്ട് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. അവൾ വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ നിവിൻ അവളുടെ വഴി അങ്ങ് തടഞ്ഞു. എന്താ കാവേരി ഇത്? എന്താ നിന്റെ പ്രശ്നം? നിലമോളെ പറ്റി നീ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നീ എന്നെ വിളിച്ചു പറയാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ കാവേരി? നിവിന്റെ സ്വരത്തിൽ വല്ലാത്തൊരു സങ്കടം കലർന്നിരുന്നു. എനിക്ക് കുറച്ച് തിരക്കുണ്ട് നിവിൻ, ഞാൻ ആദ്യം പോയിട്ട് ഈ ബില്ലൊന്ന് അടക്കട്ടെ. അത്രയും പറഞ്ഞ് കാവേരി അവനങ്ങ് വെട്ടിമാറ്റി കൗണ്ടറിലേക്ക് അങ്ങ് പോയി. ബില്ലടിച്ച് അവൾ തിരികെ നടക്കുമ്പോഴേക്കും നിവിൻ അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാവേരി വീണ്ടും അവനെ കണ്ടില്ലെന്ന് നടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും നിവിൻ അവളുടെ മുന്നിൽ അങ്ങ് വന്നു നിന്നു. അവന് ഇതിങ്ങനെ വിട്ടു കളയാനൊന്നും കഴിയുമായിരുന്നില്ല. കാവേരി, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ നീ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിലും എന്നോട് തുറന്നു പറയുന്ന ആളല്ലേ നീ. എന്നിട്ടും ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും നീ അതുമാത്രം എന്നോട് മറച്ചു വെച്ചു. എന്തിനാ നീ അത് എന്നോട് മറച്ചു വെച്ചത്? കാവേരിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനൊന്നും കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിൽ അടക്കി വെച്ച സങ്കടവും ദേഷ്യവും എല്ലാം തന്നെ അണപൊട്ടിയങ്ങ് പുറത്തേക്ക് വരികയാണ്. ചുറ്റുമുള്ളതൊന്നും തന്നെ അവൾ ശ്രദ്ധിച്ചതേയില്ല. ഓ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിവിനോട് പറയണമായിരിക്കുമല്ലേ? കാവേരിയുടെ ചോദ്യം കേട്ട് നിവിനൊന്നും പകച്ചു നിന്നു. അതെന്താ കാവേരി നീ അങ്ങനെ ചോദിച്ചത്? പിന്നെ ഞാൻ എങ്ങനെയാ ചോദിക്കേണ്ടത്? നിവിനും രാഗിണിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച കാര്യം നാട്ടുകാർ മൊത്തം പറഞ്ഞല്ലോ. ഗംഗേച്ചിയാണ് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത്. എല്ലാവരോടും അതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും നിവിൻ എന്നോട് മാത്രം ആ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. അതെന്താ? അപ്പോൾ നിവിന് വെറും ഒരു അന്യായതുകൊണ്ടല്ലേ എന്നോടത് പറയാതിരുന്നത്? എന്നെ ശരിക്കും ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ നിവിൻ എന്നോട് ഈ ഒരു കാര്യം പറയാമായിരുന്നില്ലേ? കാവേരിയുടെ ശബ്ദം നേരിട്ട് ഇടറുന്നുണ്ടായിരുന്നു. നിവിൻ ആകെ ധർമ്മസങ്കടത്തിലായി. അവൻ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. കാവേരി, അത് പിന്നെ നിവിൻ ഒന്ന് പരുങ്ങി. വേണ്ട, നീ കൂടുതലൊന്നും ഇനി പറയണ്ട. നിവിനെ എനിക്ക് മനസ്സിലായി, അത്രയുള്ളൂ. എനിക്ക് നിവിൻ തരുന്ന വില അത്രയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേണ്ടിയായതുകൊണ്ടാണ് നിവിൻ എന്നെ ഇങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണുന്നുണ്ടെന്ന് ഞാൻ കരുതിയത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം നല്ല വ്യക്തമായി തന്നെ മനസ്സിലായി. നിങ്ങളൊക്കെ വലിയ പണക്കാരാണ്, ഞങ്ങളൊക്കെ വെറും പാവങ്ങളും. അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ ഞങ്ങളെപ്പോലുള്ളവരോട് കാര്യങ്ങളൊന്നും പറയാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് അല്ലേ? കാവേരി പ്ലീസ്, നീ ഇങ്ങനെയൊന്നും പറയരുത്, നിവിൻ സങ്കടത്തോടെ പറഞ്ഞു. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ ഇപ്പോൾ മൂടില്ല നിവിൻ. നിലമോൾ അവിടെ വയ്യാതെ കിടക്കുക, ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് കാവേരി അവനെ നോക്കാതെ പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ആ സമയത്തിന് ഗംഗയും യമുനയും വിനീതും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. വിനീതിന്റെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ കാവേരിയുടെ മുന്നിൽ നിൽക്കുന്ന നിവിനെ കണ്ടപ്പോൾ വിനീതിന്റെ ഭാവം അങ്ങ് മാറി. അവന്റെ കണ്ണുകളിൽ ദേഷ്യം അങ്ങ് ഇരിച്ചു കയറി. അവൻ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് വന്നു. നീ എന്താണ് ഇവിടെ? വിനീത് നിവിന്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോടു കൂടെ ചോദിച്ചു. നിവിൻ പെട്ടെന്നൊന്ന് പതറി. അത് പിന്നെ വിനീതേട്ടാ, ഞാൻ ഒരു വഴിക്ക് യമുനയെ കണ്ടിരുന്നു. നിളമോൾക്ക് എന്തോ വയ്യായികയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. ഗംഗ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. ഗംഗയുടെ മുഖത്ത് ദേഷ്യവും പേടിയും ഒരുപോലെ ഉണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് അവൾ ശ്രമിച്ചത്. വെറുതെ എന്തിനാ നിവിൻ ഇവിടെ വന്നൊരു പ്രശ്നമുണ്ടാക്കുന്നത്? ഇനി എങ്ങാനും നിന്റെ അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ പ്രശ്നവും ഉണ്ടാവും. നിനക്കറിയാവുന്നതിലെ കാര്യങ്ങളൊക്കെ എന്ന് ഗംഗ പറഞ്ഞു. വിനീതിന് ദേഷ്യം മടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അതെ നിവിൻ, നീ വെറുതെ ഇവിടെ കിടന്ന് കറങ്ങണ്ട. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. നിളമോൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ തന്നെ അവളെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. നിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല.
ഈ സമയത്ത് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന യമുനയുടെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. യമുനയ്ക്ക് നിവിനോട് ഉള്ളിൽ പ്രണയമുണ്ട്. താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ എല്ലാവരും കൂടി ഇങ്ങനെ ഓടിച്ചു വിടാൻ നോക്കുന്നത് കാണുമ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതെ നിവിനേട്ട, വെറുതെ വഴക്കൊന്നും പറയണ്ട, യമുന പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഞാൻ ആ വഴിക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്തിന് നിവിനേട്ടനെ കണ്ടതാ. അപ്പൊ നിവിനേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ എന്നോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നതാ. ഗംഗക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. നീ അവിടെ മിണ്ടാതിരിക്കടി യമുനെ. ഗംഗ അവളെ ശ്വാസിച്ചു. എന്നിട്ട് നിവിനോട് തിരിഞ്ഞു വളരെ കർക്കശമായി തന്നെ പറഞ്ഞു. നിവിൻ, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാ നിനക്കും ഞങ്ങൾക്കും നല്ലത്. നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക രാഗിണിയുമായിട്ട്. ഇനിയിപ്പോ നീ ഞങ്ങളുമായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ കൂടെ നടന്നു എന്നൊക്കെ പറഞ്ഞു വെറുതെ ഇനി ആ കല്യാണം മുടങ്ങണ്ട. അതുമാത്രമല്ല, നിന്റെ പേരിൽ വേറെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങൾ തന്നെ ഇവിടെ വലിയ ടെൻഷനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോയി തരാവോ? നിവിൻ വല്ലാതെ അപമാനിക്കപ്പെട്ടതുപോലെ നിന്നുപോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ ഒരു പെരുമാറ്റം അവനെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. അവന്റെ മുഖം മങ്ങി. എങ്കിലും അവൻ കാവേരിയൊന്ന് പതിയെ നോക്കി ചോദിച്ചു, എന്റെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ? തൽക്കാലത്തേക്ക് ഒരു ഹെൽപ്പും വേണ്ട, ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നിവിൻ. ഞങ്ങളുടെ കാര്യം നോക്കാനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. നീ പോയിക്കോ. കാവേരി മുഖത്ത് നോക്കാതെ തന്നെ അങ്ങ് തീർത്തും പറഞ്ഞു. എന്നാൽ കാവേരിയുടെ ആ ഒരു മറുപടിയും കൂടി കേട്ടതോടുകൂടി നിവിൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നൊന്നങ്ങ് തിരിഞ്ഞു നടക്കുകയാണ്. അവൻ പോകുന്നത് നോക്കി യമുന സങ്കടത്തോടെ നിന്നു. യമുനയുടെ ആ ഒരു നോട്ടം കാവേരിയുടെ കണ്ണുകളിൽ പെടുന്നുണ്ടായിരുന്നു. കാവേരിക്ക് കുറച്ചു നാളായി യമുനയുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അവൾക്ക് നിവിനോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം കൂടുതലാണെന്ന് കാവേരിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിവിൻ അന്ന് കാവേരിക്ക് സമ്മാനം നൽകിയ ആ ഒരു സാരി യമുന തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? ആ സാരി തനിക്ക് വേണ്ടി നിവിൻ കൊണ്ടുവന്നതാണെന്ന് അവൾ കരുതിയിട്ടുണ്ടാവുമോ? അവളുടെ മനസ്സിൽ നിവിനെക്കുറിച്ച് എന്തെങ്കിലും മോഹങ്ങൾ മുള പൊട്ടിയിട്ടുണ്ടാവുമോ? കാവേരിയുടെ ഉള്ളിൽ അത്തരം സംശയങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ അരമണിക്കൂറോളം അവർ ആ ഒരു ഇടനാഴിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിന്നു. സമയം ഇങ്ങനെ ഇഴഞ്ഞു തീരുന്നത് പോലെ തന്നെ അവർക്ക് തോന്നി. അപ്പോഴേക്കും CT സ്കാനിങ് റിസൾട്ട് വന്നു. നഴ്സ് വന്ന് ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചങ്കൊന്ന് കാളി. കാവേരിയും ശാരദയും ഗംഗയും വിനീതും എല്ലാവരും കൂടി നെഞ്ചെടുപ്പോടു കൂടി ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി. ഡോക്ടറുടെ മുഖത്ത് വല്ലാത്ത ഗൗരവമുണ്ടായിരുന്നു. റിസൾട്ടുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ അവിടെ ഇരുന്ന് ശേഷം കണ്ണട ഊരി മേശപ്പുറത്തേക്ക് വെച്ച് ഒരു വലിയ നിശബ്ദതയോടെ അവരെ നോക്കി നിന്നു. എനിക്ക് നേരത്തെ തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ റിസൾട്ട് കൂടി വന്നപ്പോൾ ആ സംശയങ്ങളെല്ലാം തന്നെ കൃത്യമായി എന്ന് ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു. എന്താ ഡോക്ടർ, ഞങ്ങളുടെ കുട്ടിക്ക് അവൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ശാരദ വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. അമ്മ മനസ്സ് അപ്പോഴും പിടയാൻ തുടങ്ങിയിരുന്നു. ഡോക്ടർ ഒന്ന് നെടുവീർപ്പിട്ടു. നോക്കൂ, നിങ്ങൾ വളരെ ധൈര്യത്തോടെ കേൾക്കണം. ഈ കുട്ടിക്ക് ജന്മനാ ഉള്ളൊരു ഹൃദ്രോഗമുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ തലകറക്കവും ക്ഷീണവും എല്ലാം കാരണം. ആ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് അവരുടെയൊക്കെ കാതുകളിൽ വന്ന് വീണത്. ശാരദ വാ പൊത്തി പൊട്ടിക്കരയാൻ തുടങ്ങി. ഗംഗ തരിച്ചുപോയി. കാവേരിയുടെ തലക്കകത്ത് ആരോ ചുറ്റുക കൊണ്ട് അടിക്കുന്നത് പോലെയൊക്കെ തോന്നി. ആ AC റൂമിൽ അവരെല്ലാവരും ആകെ വിയർക്കുകയാണ്. അല്ല ഡോക്ടർ, നിങ്ങളിത് എന്താ ഈ പറയുന്നത്? അവൾക്ക് ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? വിനീത് അവിശ്വസനീയതയോടെ ചോദിച്ചു. നിങ്ങൾ അത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഒരു സർജറി നടത്തണം. എങ്കിൽ മാത്രമേ കുട്ടിയുടെ ജീവൻ നമുക്കിനി രക്ഷിക്കാൻ സാധിക്കുള്ളൂ. സമയം വൈകുന്നോറും കുട്ടിയുടെ ജീവൻ ആപത്താണെന്ന് ഡോക്ടർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. സർജറിയോ? കാവേരിയുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അതെ, ഇതൊരു മേജർ സർജറിയാണ്. കുറച്ച് ചിലവേറിയതാണ്. ഏകദേശം ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. 10 ലക്ഷം രൂപ? ശാരദ പെട്ടെന്ന് ഡോക്ടറെ നോക്കി. 10 ലക്ഷം രൂപയോ? അതെ, 10 ലക്ഷം രൂപയെങ്കിലും കരുതി വെക്കേണ്ടി വരും. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം. പക്ഷേ എവിടെ പോയാലും ഇത് തന്നെയായിരിക്കും അവർക്കും പറയാനുണ്ടാവുക. പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കണം. ഡോക്ടർ പുറത്തു നിർത്തി. ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരെല്ലാവരും ജീവൻ പോയ ശരീരങ്ങൾ പോലെയായിരുന്നു. ആരുടെയും മുഖത്ത് നോക്കാൻ ആർക്കും തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല. 10 ലക്ഷം രൂപ, ആ വലിയ സംഖ്യ അവരുടെ മുന്നിൽ ഒരു വൻ മതിൽ പോലെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. നിലമോളെ, ഇതൊക്കെ എങ്ങനെ പറയും? പാവം കുട്ടി, അവളെ അങ്ങ് മരണത്തിന് വിട്ടുകൊടുക്കാനൊന്നും അവർക്കൊന്നും കഴിയില്ലല്ലോ. ക്യാബിന് പുറത്തിറക്കിയ ആ ഒരു ബെഞ്ചിലിരുന്ന് ശാരദ പൊട്ടിക്കരയായിരുന്നു. എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ ദൈവമേ. ശാരദ നെഞ്ചത്തടിച്ച് കരഞ്ഞു. കാവേരി അമ്മയുടെ അടുത്തേക്ക് വന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു. കാവേരിയുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു നിന്നിരുന്നു. എങ്കിലും അവൾ അത് പുറത്തൊന്നും കാണിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. അമ്മ ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ എന്താ കാര്യം? കരഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നമൊന്നും തീരില്ലല്ലോ. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കിയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? കാവേരി വിറക്കുന്ന ചുണ്ടോടെ പറഞ്ഞു. ഗംഗ കണ്ണുനീര് തുളിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരിയാ കാവേരി, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? 1 2 അല്ലല്ലോ, 10 ലക്ഷം രൂപയല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത്രയും വലിയൊരു തുക നമ്മൾ എവിടെ നിന്നാ ഉണ്ടാക്കുന്നത്? ശാരദ കരച്ചിനിടയിൽ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ, അരവിന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇന്ന് ഈ ഒരു ഗതി വരില്ലായിരുന്നു. ഈ സങ്കടങ്ങളൊന്നും കാണാതെ അരവിന്ദൻ നേരെ അങ്ങ് പോയല്ലോ. ശാരദ വീണ്ടും കരയാൻ തുടങ്ങി. അമ്മ ഒന്ന് സമാധാനപ്പെട്. ഗംഗേച്ചി അമ്മയൊന്ന് പിടിക്ക്. കാവേരി പറഞ്ഞത് കേട്ട് ഗംഗ ശാരദയെ ചേർത്ത് പിടിച്ചു.
കാവേരി വിനീതിന്റെ അടുത്തേക്ക് നടന്നു. വിനീത് ആകെ തകർന്ന അവസ്ഥയിൽ ഇങ്ങനെ ഭിത്തി ചാരി നിൽക്കുമായിരുന്നു. വിനീതേട്ടാ, എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി നമുക്ക് നിലമോളുടെ സർജറി നടത്തിയേ പറ്റൂ. അവളെ നമുക്ക് നഷ്ടപ്പെടാനൊന്നും കഴിയില്ല, കാവേരി വളരെ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അതൊക്കെ ശരിയാ കാവേരി, പക്ഷേ അതിനുള്ള പണം 10 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്നും പെട്ടെന്ന് ഉണ്ടാക്കാനാണ്? വിനീതിന്റെ ശബ്ദത്തിൽ വല്ലാത്ത നിസ്സഹായതയുണ്ടായിരുന്നു. കാവേരിയുടെ കണ്ണുകളിൽ ദേഷ്യവും സങ്കടവും മിന്നി മറഞ്ഞു. പണം എങ്ങനെയെങ്കിലും നമ്മൾ സംഘടിപ്പിച്ചേ മതിയാവൂ. ആ ജയബാലൻ ദുഷ്ടൻ നമ്മുടെ വീടും പറമ്പും എല്ലാം കൈയടക്കാൻ നോക്കിയിരിക്കുകയാണ്. അതൊന്നോ അങ്ങ് കൈയടക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. നമ്മുടെ ഉള്ള സ്വർണം മുഴുവൻ പണയം വെച്ചിട്ടല്ലേ നമ്മൾ ആ വീട് തിരികെ പിടിച്ചിരിക്കുന്നത്. നമ്മൾ ബാങ്കുകാർക്ക് പൈസ കൊടുത്തത് എല്ലാം അയാളുടെ കളിയായിരുന്നു. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവൻ തോട്ടത്തിന് വേണ്ടി ജയപാലിന്റെ കയ്യിലല്ലേ കൊടുത്തത്. അയാൾ അത് തിരിച്ചു തന്നതുമില്ല, ആ സ്ഥലവും തന്നില്ല. ആ പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നിലമോളുടെ സർജറിക്ക് നമുക്ക് ഈ സേട്ടനെ നടത്താമായിരുന്നു. വിനീതൊന്ന് നെടുവീർപ്പെട്ടു. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യ കാവേരി? അയാളുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും ഒരിക്കലും കിട്ടാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ വെറുതെ വിട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ വിനീതേട്ടാ. കാവേരിയുടെ സ്വരം കടുത്തു. നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി നിലമോളുടെ സർജറി നടത്തണം. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട് വിൽക്കേണ്ടി വന്നാലും ഞാൻ തയ്യാറാണെന്നൊക്കെ പറയും. വിനീത് ഞെട്ടലോടെ അവൾ നോക്കി. കാവേരി നേരെ ശാരദയും ഗംഗയും ഇങ്ങനെ അടുത്തേക്ക് ചെന്നു. എല്ലാവരും നോക്കി അവൾ തന്റെ മനസ്സിലുള്ള ആ ഒരു വലിയ തീരുമാനം അങ്ങ് പറയാണ്. 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളത് ഉണ്ടാക്കിയേ മതിയാവൂ. അതിനുവേണ്ടി എനിക്കൊരു തീരുമാനമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വീടും സ്ഥലവും വിൽക്കുന്നു. വീട് വിറ്റിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ നിലമോളുടെ സർജറി നടത്തണം. ശാരദ ഞെട്ടിത്തെറിച്ചു പോയി. മോളെ കാവേരി, നീ എന്താ ഈ പറയുന്നത്? ആ വീട് വിറ്റ് നമ്മൾ ഇനി എങ്ങോട്ടേക്ക് പോകും? എങ്ങോട്ട് പോയാലും എനിക്ക് സാരമില്ലാമേ. വഴിയിൽ കിടക്കേണ്ടി വന്നാലും എനിക്ക് വിരോധമില്ല. പക്ഷേ എനിക്ക് എൻ്റെ നിലമോളെ വേണം. അവളുടെ സർജറി നടന്നേ പറ്റൂ. ഡോക്ടർമാർ പറഞ്ഞതൊക്കെ അമ്മ കേട്ടതല്ലേ? എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന്. അവളെ എനിക്ക് വേണം അമ്മേ. കാവേരിയുടെ ശബ്ദം ഇടറി. അവളുടെ കണ്ണുകളിൽ നിന്നും അതുവരെ അടക്കിപ്പിടിച്ച കണ്ണുനീരൊക്കെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ആരോടും ഒന്നും സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു എല്ലാവരും. നിലമോളുടെ അടുത്തേക്ക് പോവാൻ ആർക്കും തന്നെ ധൈര്യമുണ്ടായിരുന്നില്ല. അവളെ കാണുമ്പോൾ കരഞ്ഞു പോകുമോ എന്നായിരുന്നു എല്ലാവരുടെയും പേടി. എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തണമെന്ന ഡോക്ടറുടെ വാക്കുകൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു സൈറൻ പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കാവേരി സ്വന്തം കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ വാഷ്റൂമിലേക്ക് പോയി മുഖം കഴുകി. നിലമോളുടെ മുന്നിൽ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ മനസ്സിനെ പാകപ്പെടുത്തി. ഒരു ചെറിയ ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് തന്നെ അവൾ നിലമോളുടെ വാർഡിലേക്ക് പോയി. നിലമോൾ ബെഡിൽ ഇങ്ങനെ തളർന്നു കിടക്കുമായിരുന്നു. കാവേരിയെ കണ്ടപ്പോൾ അവൾ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്താ കാവേരി ചേച്ചി ഇത്? എനിക്കിത് എന്ത് പറ്റിയാ? എന്നെ കാണാൻ ഇത്ര നേരമായിട്ടും ആരും ഇങ്ങോട്ടേക്കൊന്ന് കയറി വരാത്തതെന്താ? നിലമോളുടെ ശബ്ദത്തിൽ വലിയ പരിഭവമുണ്ടായിരുന്നു. ആ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ കാവേരിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. കാവേരി അവളുടെ അടുത്തേക്ക് ചെന്ന് തലയിലിങ്ങനെ തലോടി. അത് പിന്നെ അമ്മയും ഏട്ടനൊക്കെ പുറത്തുണ്ട് മോളെ. ഡോക്ടർ എല്ലാവർക്കും കൂടി ഇങ്ങോട്ടേക്ക് കയറാൻ അനുവാദം തന്നിട്ടില്ല. എന്നെ എന്തിനാ ചേച്ചി ഇവിടെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്? എനിക്ക് വീട്ടിൽ പോയാൽ മതി. വെറും ഒരു തലകറക്കമല്ലേ എനിക്കുള്ളൂ, അതിപ്പോൾ കുറഞ്ഞു. എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് നിലമോളിങ്ങനെ വാശി പിടിച്ചു. കാവേരിയുടെ ഉള്ളൊന്ന് കാളി. എങ്കിലും പുറത്ത് ചിരിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ഏയ് അതൊന്നും സാരമില്ല മോളെ. നിനക്കിനിയും കുറച്ചുകൂടി ടെസ്റ്റുകളൊക്കെ കൂടി ബാക്കിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിനക്കിങ്ങനെ തലകറക്കം വരുന്നില്ലേ? അതുകൊണ്ട് ആ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ ഇവിടെ നിന്നും ഡിസ്ചാർജ് തരത്തുള്ളൂ. എന്ത് ടെസ്റ്റ്? എനിക്കൊരു കുഴപ്പമില്ലല്ലോ ചേച്ചി. അത് പിന്നെ നിനക്ക് ഈ വിറ്റാമിൻ സിയുടെ ഒക്കെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ നീ മര്യാദക്ക് കഴിക്കില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറക്കം വരുന്നതാ. അതിൻ്റെയൊക്കെ ടെസ്റ്റാ. കാവേരി കളവ് പറഞ്ഞു. അവളുടെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. നില വീണ്ടും പരിഭവിച്ചു. പിന്നെ എവിടെ കഴിക്കുന്നത്? നീ ഫുഡ് കഴിക്കാത്തതിന്റെ പ്രശ്നം ഇതെല്ലാം. ഇനിയെങ്കിലും മര്യാദക്ക് ഭക്ഷണം കഴിച്ചോളണം കേട്ടോ. കാവേരി വെറുതെ അവളെ ശ്വാസിക്കുന്നത് പോലെയൊക്കെ സംസാരിച്ചു. ഇതൊക്കെ പറയുമ്പോഴും കാവേരിയുടെ നെഞ്ചിങ്ങനെ പെടപെടാൻ ഇടിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലെ വലിയൊരു സങ്കടക്കടലിങ്ങനെ പുറത്തേക്ക് പൊട്ടി ഒഴുകാതിരിക്കാൻ വേണ്ടി അവൾ ഒരുപാടധികം പാടുപെട്ടു. തന്റെ മുന്നിൽ നിഷ്കളങ്കമായി ചിരിച്ചിരിക്കുന്ന തന്റെ അനിയത്തി നിലമോളുടെ ജീവൻ അപകടത്തിലാണെന്ന സത്യം കാവേരി വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എന്ത് വില കൊടുത്തും അവളെ രക്ഷിക്കണമെന്നും എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചെടുക്കണമെന്നൊക്കെ കാവേരി ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ അവളുടെ ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടെ കാവേരി ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടം